ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ നമ്പർ 4ലേക്ക് വന്നാൽ അറിയാം. ചാപ്റ്റർ നമ്പർ 4 ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ചെറുതായിട്ടൊന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു തരാം. യു ഓൾറെഡി വുഡ് നോ, ബട്ട് സ്റ്റിൽ 500, 501, 505, 510, 520, 530, 550 ആൻഡ് 610. ഓക്കെ, എല്ലാ സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ കവർ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ടെല്ലിങ് യു 500 ഓഡിറ്റ് എവിഡൻസ് ആണ് പറയുന്നത്. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തന്നെ ബേസിക് ഒരു എസ്സെയാണ്, ബേസാണ്. സോ റാദർ ദാൻ എക്സാമിനേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഈ ചാപ്റ്ററിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ ഞാൻ പറയുള്ളൂ. സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത്, അല്ലെ ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, ഇൻക്വയറി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തിൽ? 500. 501ലേക്ക് വന്നാൽ 3 കാര്യങ്ങൾ നോക്കണം. ഇൻവെൻട്രി, ലിറ്റിഗേഷൻ, സെഗ്മെന്റ് ഇൻഫർമേഷൻ. ഇമ്പോർട്ടൻറ്റ്. അതിൽ ഇൻവെൻട്രീനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വാലുവേഷനെ പറ്റി ഇവിടെ ടോക്കില്ല. ഇവിടെ എക്സിസ്റ്റൻസും കണ്ടീഷനാണ്. വാലുവേഷൻ AS2 ആണ്. ഇനി ലിറ്റിഗേഷനിലേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കോടതിൻ്റെ എക്സ്പെൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, റിവ്യൂ എക്സ്പെൻസ് എല്ലാം പറയുന്ന കാര്യങ്ങൾ. സെഗ്മെന്റിൽ അവസാനം ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ഒരു 4 പോയിന്റ് ഉണ്ട്, അത് മാത്രം പഠിച്ചിരിക്കുന്നത് മതിയാവും. 505ലേക്ക് വരുമ്പോൾ എക്സ്റ്റേണൽ കൺഫർമേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്റ്റ് കൺഫർമേഷൻ, ലൈക്ക് പോസിറ്റീവ് കൺഫർമേഷൻ, നെഗറ്റീവ് കൺഫർമേഷൻ എന്നൊക്കെയുള്ള പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ അയക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. വിൽ ഡിസ്കസ് ഇൻ ക്വസ്റ്റ്യൻ. 510ൻ്റെ സിമ്പിൾ ഇക്വേഷൻ, ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് കറണ്ട് ഇയർ ട്രാൻസാക്ഷൻ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ബാലൻസ്. അപ്പം നിങ്ങളെ ഓപ്പണിംഗ് ബാലൻസ് ഏതെങ്കിലും രീതിയിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളെ ക്ലോസിംഗ് ബാലൻസ് എന്തായാലും മിസ്റ്റേക്ക് ആയി പോകില്ലേ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കറക്റ്റാണ്, ഈ വർഷത്തെ കാര്യങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്ലോസിംഗ് ബാലൻസ് എന്താവും, ഓക്കെ ആകും. അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഓപ്പണിംഗ് ബാലൻസിൻ്റെ പോയിന്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കാം. പിന്നെ 520 അനലിറ്റിക്കൽ പ്രൊസീജറും 530 സാമ്പിളിംഗ് ആണ് പറയുന്നത്. 550 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണ്, സ്മോൾ എസ് എ. എന്തൊക്കെ രീതിയിലാണ് നമുക്ക് സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കാൻ പറ്റുക, അതായത് എങ്ങനെയാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കുക എന്നുള്ളത് പോയിന്റൊക്കെയാണ്. 610 ഓൾസോ ഐ വുഡ് സേ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഒബ്ജക്ടിവിറ്റി, അതുപോലെ തന്നെ കോമ്പീറ്റൻസ്, ഇത് രണ്ടും ഉള്ള ആളെ നമുക്ക് ഇന്റേണൽ ഓഡിറ്ററായിട്ട് പറ്റാൻ പറ്റുള്ളൂ. അതായത് മേ ബി ഐ വിൽ ജസ്റ്റ് ഷോ യു സീതാ. നിങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്ക് ഗ്രാഫ് വരച്ചാൽ ഇവിടെ എത്തണം മനുഷ്യൻ എന്ത്, ഇൻ കോമ്പീറ്റൻസ് ആൻഡ് ഇൻ ഒബ്ജക്റ്റിവിറ്റി ഓർ ഇൻഡിപെൻഡൻസ്. അതായത് നിങ്ങൾ ആലോചിക്കേ, ഇയാളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിലുള്ള പ്രശ്നം എന്താ, ഇയാൾ കോമ്പീറ്റൻറ്റും അല്ല ഒബ്ജക്റ്റീവും അല്ല. ഇനി ഇവിടെയാണെങ്കിലുള്ള ഇഷ്യൂ എന്താ, ഒബ്ജക്റ്റീവാണ്. ഇയാൾ ഇൻഡിപെൻഡൻറ്റ്, പിന്നെ നല്ല രീതിയിൽ ഒബ്ജക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഇയാൾ കോമ്പീറ്റൻ്റ് അല്ല. അയാളെ നമുക്ക് വിശ്വസിക്കാം, പക്ഷേ അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് എടുപ്പിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്താണ്, അയാൾ കോമ്പീറ്റൻ്റ് ആണ്, പക്ഷേ അയാളെ തീരെ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ല. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി ആൻഡ് കോമ്പീറ്റൻസ് രണ്ടും ഉള്ള ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഇന്റേണൽ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും, ഇന്റേണൽ ഓഡിറ്ററായിട്ടുള്ള അപ്പോയിന്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് 610 പറയുന്നത്. ഈ ചാപ്റ്റർ ഒന്ന് ഒരിക്കലും സ്കിപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും ചെയ്യല്ലേ മക്കളെ. ഓക്കെ, സഫിഷ്യൻസി ഈസ് ദ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ്. Quantity of audit evidence needed is affected by auditors' assessment of risk of misstatement and also by quality of such evidence. അപ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നൊരു വാക്കുണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റി എന്ന് പറയുന്നൊരു വാക്കുണ്ട്. എക്സ്പ്ലെയിൻ ഓൾസോ സ്റ്റേറ്റിംഗ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓഡിറ്റേഴ്സ് ജഡ്ജ്മെന്റ് ആസ് ടു സഫിഷ്യൻസി ഓഫ് ഓഡിറ്റ് എവിഡൻസ്. ആ ലാസ്റ്റ് പോയിന്റ് ആണ് ആക്ച്വലി. അത് ക്വസ്റ്റ്യൻ നോക്കാം. Sufficiency is the measure of quantity. The quantity of audit evidence needed is affected by auditor's assessment of risk of material misstatements. Higher the risk, more audit evidence is likely to be required. റിസ്ക് കൂടുതലാകുന്നേരം നിങ്ങളെ എവിഡൻസ് എന്തായിരിക്കും, കൂടുതൽ നിങ്ങൾ എവിഡൻസ് കളക്ട് ചെയ്യണം, ഒബ്റ്റെയിൻ ചെയ്യണം. ഓൾസോ ബൈ ദ ക്വാളിറ്റി ഓഫ് സച്ച് ഓഡിറ്റ് എവിഡൻസ്, ഹയർ ദ ക്വാളിറ്റി ലെസ് മേ ബി റിക്വയർഡ്. നിങ്ങളുടെ ക്വാളിറ്റി വളരെ കൂടുതലാണ്, കിട്ടിയ എവിഡൻസിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്, പിന്നെ കുറേ എവിഡൻസ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് റിസ്ക് വളരെ കൂടുതലാണ്, അപ്പോൾ നിങ്ങൾ കൂടുതൽ എവിഡൻസ് എന്ത് ചെയ്യണം, ഒബ്റ്റെയിൻ ചെയ്യണം. ഓഡിറ്റേഴ്സ് ജഡ്ജ്മെന്റ് ആസ് ടു സഫിഷ്യൻസി മേ ബി എഫക്റ്റഡ് ബൈ ഫാക്ടേഴ്സ് I would like to call is MRS, Mrs. M stands for materiality. Materiality എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഡിസിഷൻ ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു എമൗണ്ടിനെയാണ് നമ്മൾ മെറ്റീരിയാലിറ്റി എന്ന് പറയാം. ഇതിൽ തന്നെ ക്വാളിറ്റേറ്റീവ് മെറ്റീരിയാലിറ്റിയും ക്വാണ്ടിറ്റേറ്റീവ് മെറ്റീരിയാലിറ്റിയും ഉണ്ട്. എഗെയിൻ വലിയ എമൗണ്ട് ആണെന്നില്ല, പക്ഷേ ഇല്ലീഗലായ ഒരു മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഫൈന് കിട്ടിയാൽ ഈവൻ ദോ എമൗണ്ട് ചെറുതാണെങ്കിലും ക്വാളിറ്റേറ്റീവ്ലി അത് മെറ്റീരിയലാണ്. എന്നാൽ വലിയ എമൗണ്ട് ആണ്, നിങ്ങളെ കമ്പനീനെ ബാധിക്കാൻ മാത്രം വലുപ്പമുള്ള ഒരു എമൗണ്ട് ആണ് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ സംഭവിച്ചത്, ദെൻ ഇറ്റ് ഈസ് മെറ്റീരിയൽ ഐറ്റം. Materiality may be defined as significance of class of transactions, account balances and presentation disclosure. ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് ട്രാൻസാക്ഷൻ പറഞ്ഞാൽ PL, ബാലൻസ് പറഞ്ഞാൽ BS, ബാലൻസ് ഷീറ്റ്, presentation and disclosures, notes to accounts. Less evidence would be required in case assertions are less material. വലിയ മെറ്റീരിയാലിറ്റി ഒന്നും ഇല്ലാത്തൊരു കേസാണ് നിങ്ങൾ കുറച്ച് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്താൽ മതി. But on the other hand, assertions are more material to users of FS when more evidence are required. അപ്പോൾ നിങ്ങൾ മെറ്റീരിയാലിറ്റി അധികം ഇല്ലെങ്കിൽ നിങ്ങൾ അധികം എവിഡൻസ് ഒന്നും ഒബ്റ്റെയിൻ ചെയ്യേണ്ട. എന്നാൽ മെറ്റീരിയാലിറ്റി ഒരു മെറ്റീരിയലായ ഒരു കാര്യമാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒബ്റ്റെയിൻ ചെയ്യണം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റീരിയാലിറ്റി യു ക്യാൻ ഫിക്സ് ദി ഡീറ്റെയിൽസ് നീഡഡ് ഓർ നോട്ട്. നെക്സ്റ്റ്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ റിസ്ക് ദാറ്റ് FS ആർ മെറ്റീരിയലി മിസ്സ്റ്റേറ്റഡ് പ്രയർ ടു ഓഡിറ്റ്. അതായത് FS ഈ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ മിസ്സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ ഇൻഹറന്റ് റിസ്ക് ഉണ്ട്, കൺട്രോൾ റിസ്ക് ഉണ്ട്. ഇൻഹറന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻബിൽഡ് ആയ റിസ്ക്, ഉള്ളിലുള്ള റിസ്ക്. ആ റിസ്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ എന്ത് ചെയ്താലും പോവില്ല. ഞാൻ സാധാരണ എക്സാമ്പിൾ പറയുന്നത് ഹാർപിക്കിന്റെ പരസ്യം എന്നാണ്. അതായത് നമ്മൾ എത്ര ഹാർപിക് ഉപയോഗിച്ചാലും കുറച്ച് കിലോ അവിടെ ബാക്കിയുണ്ടാവും. അതുപോലെ ഇൻബിൽഡ് ആയിട്ടൊരു റിസ്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഹറന്റ് റിസ്ക് എന്ന് പറയാം. കൺട്രോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കൺട്രോൾ എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് വന്ന റിസ്ക് ആണ് എന്ത്, കൺട്രോൾ റിസ്ക്. വായിക്കാം, റിസ്ക് ദാറ്റ് എ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കുഡ് ഒക്കർ ഇൻ അസേർഷൻ ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ വിൽ നോട്ട് ബി പ്രിവെന്റഡ്, ഡിറ്റക്ട് ഓർ കറക്റ്റ് ഓൺ എ ടൈംലി ബേസ് ബൈ എൻറ്റിറ്റീസ് ഇന്റേണൽ കൺട്രോൾ. എൻറ്റിറ്റിയുടെ ഇന്റേണൽ കൺട്രോളിന് എന്തിന് പറ്റുന്നില്ല, പ്രിവെന്റ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. എന്ത്, മെറ്റീരിയലായ ഒരു ഇഷ്യൂ. Less evidence would be required in case assertions that have a lower risk of material misstatement, but on the other hand, if assertions are higher risk of material misstatement, more evidence. അപ്പോൾ റിസ്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ എവിഡൻസ് വേണം, റിസ്ക് കുറവാണെങ്കിൽ അത് റിസ്ക് അധികം എവിഡൻസ് വേണ്ട. Size of population refers to number of items included in population. Less evidence would be required in case of smaller homogeneous population, but on the other hand, larger heterogeneous population, more evidence would be required. Again, നിങ്ങളുടെ സാമ്പിൾ എന്ന് പറയുന്നത് സിമിലർ ആയിട്ടുള്ള ചെറിയ വാല്യൂ ഉള്ള ഹോമോജീനിയസ് മിക്സ്ചർ ആണെങ്കിൽ കുറച്ച് എവിഡൻസ് എടുത്താൽ മതി. മിക്സ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, എല്ലാം വലിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ you will take more evidences. That's it for you. MRS എന്നുള്ള കോഡ് പഠിക്കുക. മെറ്റീരിയാലിറ്റി, റിസ്ക് ആൻഡ് സൈസ്. നെക്സ്റ്റ്, CA Tom audited books of accounts of Actis Limited for the financial year 2024. The auditor used as audit procedure to which documents and records maintained by the company were checked in detail to obtain audit evidence. Explain the audit procedures used by the auditor and its reliability. ഇത് കാണുന്ന കുട്ടികൾ ഒന്ന് കമന്റ് ചെയ്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റം എന്താണ്, അല്ലെ ഉപയോഗിച്ചിരിക്കുന്ന എന്ത് പ്രൊസീജിയറാണ് ഇവിടെ ഉപയോഗിച്ചത്, എന്ത് പ്രൊസീജിയർ ഉപയോഗിച്ചത്? ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്പെക്ഷനും ഒബ്സർവേഷൻ നമ്മൾ വ്യത്യാസം നോക്കി. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അവിടെ പോയിട്ട് ഇതാ ചെക്ക് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു, ഇതിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് ഞാൻ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഇതിനെയാണ് എന്താ പറയാ, ഇൻസ്പെക്ഷൻ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് ക്യാമറ കാണിച്ചത്, ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പൊ ഇത് ഇൻസ്പെക്ഷൻ നടത്തി. ഇനി ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട് ഇവിടുന്ന് എടുക്കുന്നു, ഇത് പുറമേ നിന്ന് ഒരാൾ കാണുന്നു, അതാണ് ഒബ്സർവേഷൻ. അയാൾ എന്താ ചെയ്യുന്നത്, അയാൾ ഡ്രൈ ഫ്രൂട്ട് കഴിക്കുകയാണ് അല്ലെങ്കിൽ അതിലേക്ക് ഇടുകയാണ്. അപ്പൊ വേറൊരാൾ അവിടുന്ന് നോക്കിക്കാണുന്നതാണ് എന്ത്, ഒബ്സർവേഷൻ. ഞാൻ തന്നെ നോക്കി, ഞാൻ ഇതെന്താ ഇതിന്റെ ഉള്ളിലുള്ളത്, ഇതാ ഇൻസ്പെക്ഷൻ, ഇതാ നോക്കിക്കോ, അയ്യോ വീണു കുഴപ്പമില്ല. അപ്പോ ഇത് ഞാൻ തന്നെ നോക്കുമ്പോൾ അത് ഇൻസ്പെക്ഷനും, ഞാൻ നോക്കുന്നത് പുറമേ നിന്നൊരാൾ നോക്കുന്നതാണ് ഒബ്സർവേഷനും. ഇനി റീകാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീകാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ള ഫിഗേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, റീകാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നും കൂടെ ഓൾറെഡി കാൽക്കുലേറ്റ് വെച്ച സാധനത്തിന് ഞങ്ങൾ പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുക, റീകാൽക്കുലേഷൻ. പെർഫോമൻസ് പറഞ്ഞാൽ എന്താ, ഞാൻ അവളെ ഏൽപ്പിച്ചത് ഒരു സ്ട്രോങ് പാസ്വേഡ് ഇടണമെന്ന് പറഞ്ഞു. ആ സ്ട്രോങ് പാസ്വേഡ് ഇടണമെന്ന് പറഞ്ഞ ആള് ഇട്ട പാസ്വേഡ് സ്ട്രോങ് ആണോ അല്ലയോ നോക്കുന്നതാണ് എന്ത്, പെർഫോമൻസ്. ഇൻക്വയറി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻക്വയറി എന്ന് പറഞ്ഞാല് ഫോർമലായിട്ടോ ഇൻഫോർമലായിട്ടോ ഞാൻ പോയിട്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഐ എം ആസ്കിങ് എ ക്വസ്റ്റ്യൻ ആസ് എൻ ഓഡിറ്റർ, ദേ ആർ ഗിവിംഗ് മീ റിപ്ലൈ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻക്വയറി. സോ നോക്കാം, inspection involves examining records or documents, whether internal or external, in paper form, electronic form or other media. Physical examination of an asset, inspection of records and documents provides audit evidence of varying degree of reliability depending on nature and source, and in case of internal records and documents on the effectiveness of controls over its preparation. അപ്പോൾ
ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നേരം എത്രത്തോളം ക്വാളിറ്റിയോടുകൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. നെക്സ്റ്റ്, എക്സാമ്പിൾ ഓഫ് ഇൻസ്പെക്ഷൻ യൂസ്ഡ് ആസ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ ഈസ് ഇൻസ്പെക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഫോർ എവിഡൻസ് ഓഫ് ഓതറൈസേഷൻ. Example of inspection is used as a test of control is inspection of records for evidence of authorization. So ഒരു എക്സാമ്പിൾ, നമ്മൾ ഓതറൈസേഷൻ ഉള്ള ആൾ തന്നെയാണോ ഓതറൈസ് ചെയ്ത് കൊടുത്തത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും, ചെക്ക് ചെയ്യും. Some documents represent a direct or evidence of the existence of an asset. For example, a document constituting finance instruments such as inventory or bond. Inspection of such documents may not necessarily provide evidence about ownership or value. In addition, inspecting executed contract may provide audit evidence relevant to entities' application of accounting policies such as revenue recognition. നമ്മളിവിടെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ഇൻസ്പെക്ട് ചെയ്യേണ്ടതുണ്ടോ അല്ലെ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതിയോ. നമ്മൾ ഇൻസ്പെക്ടും കൂടെ ചെയ്യേണ്ട കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്പെക്ഷൻ നടത്തണം. ഓക്കെ, അപ്പം നമ്മൾ ആ ലാസ്റ്റത്തെ പാരഗ്രാഫ് ഒന്നും കൂടെ നിങ്ങൾ നോക്കിയാൽ I would give you a clarity on that. ഓക്കെ, അപ്പോൾ അതായത് ഒരു സ്ഥാപനത്തിൽ ഒരു ഇൻവെൻട്രി നിങ്ങൾക്ക് കാണാൻ പറ്റി. ഇൻവെൻട്രി അവിടെ ഉണ്ട്. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ പോയപ്പോൾ അവിടെ ഇൻവെൻട്രി എക്സിസ്റ്റ് ചെയ്യുന്നു. അതെന്ത് പ്രൂവായി? ഓക്കെ, ഇൻവെൻട്രി എക്സിസ്റ്റിംഗ് ആണ് എന്ന് നമുക്ക് പ്രൂവായി. ഡസ് ഇറ്റ് ഗ്യാരണ്ടി അബൌട്ട് ദ ഓണർഷിപ്പ്? ഉദാഹരണത്തിന്, ഇതിപ്പോൾ ഞാനൊരു സ്റ്റുഡിയോയിലാണുള്ളത്. ഈ സ്റ്റുഡിയോയിൽ ഞാൻ എന്തെങ്കിലും ഒരു അച്ഛൻ കാണിച്ചു തരാം. ജസ്റ്റ് ഓക്കെ, ഇവിടെ കാണിച്ചു തരാൻ പറ്റും. ഓക്കെ, ഈ സ്റ്റുഡിയോയിൽ ഓൾറെഡി ഒരു ഐപാഡ് ഉണ്ട്. ഐ എം യൂസിങ് അനദർ വിച്ച് ഐ എം റൈറ്റിംഗ്. അപ്പോൾ ഇത് ഇവിടെ എക്സിസ്റ്റിംഗ് ആണ് എന്നുള്ളത് ഓക്കെ. ബട്ട് ഇത് ഞാൻ ഹോൾഡ് ചെയ്യുന്നു എൻ്റെ കയ്യിൽ എന്ന് ഉള്ളത് കൊണ്ട് ഈ അസറ്റ് എൻ്റേതാണ് എന്നെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂല. സിമിലർലി, ഞാൻ കൊണ്ടുവന്ന ഒരു ഐപാഡ് ഇവിടെ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഐപാഡ് ഉണ്ട് എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെതാണ് ഈ പ്രോപ്പർട്ടി എന്നതും എന്താക്കുന്നില്ല, കൺഫേം ചെയ്യുന്നില്ല. അതായത് എക്സിസ്റ്റൻസ് നമുക്ക്, അല്ലെങ്കിൽ ഒരു അസറ്റ് എക്സിസ്റ്റിംഗ് ആണ് എന്നുള്ളത് ഓണർഷിപ്പ് എന്താക്കുന്നില്ല, ഉറപ്പുവരുത്തുന്നില്ല. ഓണർഷിപ്പിന് വേറെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. മേ ബി നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് നോക്കിയിട്ട് ആരുടെ പേരിലുള്ളതെന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ, അല്ലെ അതിൻ്റെ ബില്ല് വെച്ചിട്ടോ, അങ്ങനെ ഓണർഷിപ്പ് വേറെ പല രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഓണർഷിപ്പ് മാത്രമല്ലടാ, വാട്ട് അബൌട്ട് ദ വാല്യുവേഷൻ ഓർ വാല്യൂ? ഞാനൊരു ഇൻവെൻട്രി ഒരു സ്ഥാപനത്തിൽ കണ്ടു. ഒരു കുറേ സ്റ്റോക്ക് ഞാൻ കണ്ടു എന്നിരിക്കാം. ഒരു കുറേ സ്റ്റോക്ക് ഞാൻ കണ്ടു. ലെറ്റർ സെസ്യം ഇപ്പം ഞാനുള്ള പ്രോപ്പർട്ടി വെച്ചാൽ എനിക്ക് പറഞ്ഞാൽ പറ്റുള്ളൂ. അതുകൊണ്ട് ഹെൽപ്പ് യു ഗെറ്റ് എ പ്രോപ്പർട്ടി. ഇവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. സാധാ ടിഷ്യൂ പേപ്പർ. ഈ ടിഷ്യൂ പേപ്പർ ഇവിടെ ഉണ്ട് എന്നുള്ളത് എക്സിസ്റ്റൻസ്. ഇവിടെ ഉണ്ട്, എക്സിസ്റ്റിംഗ് ആയി. നെക്സ്റ്റ്, ഇത് ആറ് ടിഷ്യൂ പേപ്പറാണ്. ഇത് എൻ്റെതല്ല, ഇത് ഇവിടെ ഇവർ വെച്ചതാണ്. അപ്പം ഇവിടെ ഉണ്ട് എന്നുള്ളത്, അപ്പോൾ ആരതാണ് ടിഷ്യൂ എന്നുള്ളത് ഓണർഷിപ്പ് മനസ്സിലായെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ വാല്യൂ ഞാൻ ഇതിൻ്റെ മുകളിൽ കാണുന്നത് 35 rupees എന്നാണ്. ബട്ട് അറിയാം, പോസ്റ്റർ എന്ന് പറയും. ബട്ട് ലെറ്റസ് ടേക്ക് 35 itself. ബട്ട് സപ്പോസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് വെള്ളം ഇറങ്ങിപ്പോയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലുള്ളതെങ്കിലോ? അപ്പോൾ ഓണർഷിപ്പും എക്സിസ്റ്റൻസും ഞാൻ മനസ്സിലാക്കി, പക്ഷെ വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രൂവ് ചെയ്യണം. അപ്പൊ അവിടെ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ടൂൾ എന്തായിരിക്കും ഇവർ പറയുന്നത്, ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് ഇൻവെന്ററി അവിടെ എക്സിസ്റ്റിംഗ് ആണോ നമുക്ക് നോക്കാം. ഇൻവെന്ററിന്റെ ഓണേഴ്സ് ആരാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇൻവെന്ററിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഇത് സെല്ലബിൾ കണ്ടീഷനിലാണോ, ഇത് നമുക്ക് ഇനി സെല് ചെയ്യാൻ പറ്റുമോ എന്നും നമുക്ക് നോക്കാം. അതായത് ഇങ്ങനെ ഒത്തിരി അസേഷൻസിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്, ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം സഹായിക്കുന്നുണ്ട്. എനിവേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻസ്പെക്ഷൻ ആണ്. ഐ തിങ്ക് ദാറ്റ് എക്സ്പ്ലനേഷൻ ഈസ് ഇനഫ്. ഓക്കെ, ലുക്കിംഗ് അറ്റ് ദ നെക്സ്റ്റ് വൺ. മോംസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് is manufacturer of pickles, ginger, garlic paste, jam, etc. having its plants in Vatkara. Being in food industry, company is facing many litigation and various courts across India. Auditors of Inshan and company wants to identify such litigation and claims.
involving company which may give rise to risk of material misstatement, guide auditors as to how they should proceed for the purpose. അപ്പം നോക്കാം, എടാ ഒരു 501 SA 501 പ്രകാരം നിങ്ങൾ ഒരു പറയുന്ന 3 കാര്യങ്ങൾ, ഒന്ന് ഇൻവെൻട്രി, ഒന്ന് ലിറ്റിഗേഷൻ, ഒന്ന് സെഗ്മെന്റ് ഇൻഫർമേഷൻ. അപ്പോൾ അതിൽ എങ്ങനെയാണ് നിങ്ങളൊരു ലിറ്റിഗേഷൻ ഉണ്ടെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്സാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതെന്നാണ് പറയുന്നത്. സോ ഓഡിറ്റർ ഓഫ് ഇൻദസാൻ ആൻഡ് കമ്പനി ഷാൾ ഡിസൈൻ and perform audit procedures in order to identify litigation claims involving the entity which give rise to following. So important point is these 3 points: inquiry of management, reviewing of minutes of meeting and legal expenses. So ഇൻക്വയറി നടത്തുക, കോടതികളിൽ ഏതൊക്കെ കേസുകളാണ് ഉള്ളതെന്ന് ഫോർമലായിട്ട് ചോദിക്കുക, റിവ്യൂ ചെയ്യുക, അതായത് ഇവരുടെ മീറ്റിങ്ങിൽ ഇവരെന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്, ആൻഡ് റിവ്യൂ ദ എക്സ്പെൻസസ്, IRE. ഓക്കെ, സോ എന്തെല്ലാം എത്ര എക്സ്പെൻസ് ആണ് ലീഗലി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ലിറ്റിഗേഷനെ പറ്റിയും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വരുന്നത് SA 505 ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വെൻ യൂസിങ് എക്സ്റ്റേണൽ കൺഫർമേഷൻ പ്രൊസീജിയർ, ഓഡിറ്റർ ഷാൾ മെയിൻറ്റെയിൻ കൺട്രോൾ ഓവർ എക്സ്റ്റേണൽ കൺഫർമേഷൻ റിക്വസ്റ്റ് ഇൻക്ലൂഡിംഗ് sending the request, including follow-up request to confirming party. Explain other points as to when external confirmation procedures auditor would be required to maintain. അതായത് എക്സ്റ്റേണൽ കൺഫർമേഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത് സിമ്പിളാണ്. ഒന്ന്, ഡിറ്റർമൈൻ എന്ത് ഇൻഫർമേഷൻ ആണ് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ ആദ്യം ഡിറ്റർമൈൻ ചെയ്യാം. 2, അപ്രോപ്രിയേറ്റ് കൺഫർമിംഗ് പാർട്ടി, ആരുടെ അടുത്താണ് നമ്മൾ ചോദിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. 3, ഡിസൈനിങ് ദ കൺഫർമേഷൻ റിക്വസ്റ്റ് ഇൻക്ലൂഡിംഗ് determining that requests are properly addressed and contain written information. Last one, sending the request including follow-up request. Simple ആടേ. ഒന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ആരുടെ അടുത്ത് നിന്നാണ് നമ്മൾ എന്ത് ഡീറ്റെയിലാണ് നമുക്ക് വേണ്ടതെന്ന് ഫസ്റ്റ്. 2, ആരുടെ അടുത്ത് നിന്നാണ് ആ ഡീറ്റെയിൽസ് എടുക്കണമെന്ന് നോക്കുക. 3, നമ്മൾ ആ കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലാക്കുക. ആൻഡ് ലാസ്റ്റ് അതെന്ത് ചെയ്യുക, അയക്കുക. റീസണബിൾ ടൈമിൻ്റെ അകത്ത് നമുക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് റിക്വസ്റ്റ് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. നെക്സ്റ്റ്, പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് ആൻഡ് നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്. പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് തന്നു, ഇത് എമൗണ്ട് കറക്റ്റ് ആണോ അല്ലയോ അങ്ങനെ ചോദിച്ചാൽ അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും എഗ്രി ചെയ്യുന്നില്ലെങ്കിലും റിപ്ലൈ തരുന്നതിനെയാണ് എന്ത് വിളിക്കുക, പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്. അതായത് നിങ്ങൾ ഒരു കാര്യത്തിനെ പറ്റി എഗ്രി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്നില്ല, രണ്ടിലും നമ്മൾ റിപ്ലൈ തരുന്നതിനെയാണ് എന്ത് പറയുക, പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറയാം. നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തിൽ ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം റിപ്ലൈ തരാം. അപ്പോൾ അതായത് എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്താ പറയുന്നത്, നിങ്ങളൊരു ആളെടുത്ത് അല്ലെങ്കിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആളെടുത്ത് എന്ത് ചോദിക്കുകയാണ്, ഈ എമൗണ്ട് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ നിങ്ങളൊരു എമൗണ്ട് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചോദിക്കുന്ന നേരം അത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലും എഗ്രി ചെയ്യുന്നില്ലെങ്കിലും റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ എന്ത് വിളിക്കും, പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറയും. ഇനി ഡിസഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ റിപ്ലൈ തരുന്നുള്ളൂ എങ്കിൽ റിപ്ലൈ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറയും. എഗെയിൻ നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് നമ്മൾ എപ്പോഴാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമൗണ്ട് ചെറുതാണെങ്കിൽ, ആ സ്ഥാപനം നമുക്ക് അത്യാവശ്യം വിശ്വാസമുണ്ടെങ്കിൽ, ഒരു ഫ്രോഡൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ യു ആർ എക്സ്പെക്ടഡ് ടു യൂസ് പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്. ഇവിടെ ഒരു ബ്ലാങ്ക് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് എത്രയാണ് എമൗണ്ട് എന്നും കൂടെ അവരെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് അയക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, blank confirmation request എന്ന് പറയാ. Next question, CAA auditor of ABC wants to design substantive analytical procedure and for that he wants to check whether data is reliable or not. Mention the 11 points that he has to consider. അപ്പം ഡാറ്റ റിലയബിൾ ആണോ അല്ലയോ എന്ന പോയിന്റാണ് ഇവിടെ പറയുന്നത്. നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് ഡാറ്റ റിലയബിൾ ആണോ നോക്കേണ്ടത്. 1, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ, എവിടെ നിന്നാണ് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയത്, ആ സോഴ്സ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, ഇൻഡിപെൻഡൻ്റ് ആയ സ്ഥലത്താണ് കിട്ടിയത്. നെക്സ്റ്റ്, കമ്പാരബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ, അതായത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ വേണം കിട്ടാൻ. ഇപ്പോൾ നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ആ ഒരു വ്യാപ്തിയിൽ ഓഡിറ്റ് ചെയ്യുന്ന അല്ലെ ആ ഒരു വ്യാപ്തിയിലുള്ള സ്ഥാപനത്തിൻ്റെ ഇൻഫർമേഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്പയർ വിത്ത് കമ്പയറബിൾസ്. നെക്സ്റ്റ്, നാച്ചുറൽ ആൻഡ് റിലവൻസ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ, ആ കിട്ടിയ ഇൻഫർമേഷൻ എത്രത്തോളം റിലവൻ്റ് ആണ് എന്ന് നമ്മൾ നോക്കണം. ആൻഡ് ലാസ്റ്റ്, കൺട്രോൾസ് ഓവർ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതായത് ആരാണത് പ്രിപ്പയർ ചെയ്തത്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണോ പ്രിപ്പയർ ചെയ്തത്, അല്ലെ ഏതെങ്കിലും ഒരാൾ പ്രിപ്പയർ ചെയ്ത ഡാറ്റയാണോ. അപ്പോൾ ഡാറ്റ റിലയബിൾ ആണോ എന്ന് നമ്മൾ എന്ത് നോക്കണം, റിലയബിലിറ്റിയും നോക്കണം, അതുപോലെ തന്നെ റിലവൻസും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓഡിറ്റ് സാമ്പിളിംഗ് എക്സ്പ്ലെയിൻ ദ ടേം സാമ്പിളിംഗ് റിസ്ക് ആൻഡ് നോൺ സാമ്പിളിംഗ് റിസ്ക്. അപ്പോൾ സാമ്പിളിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, സാമ്പിൾ എടുത്തതിൻ്റെ പേരിൽ അല്ലെ സാമ്പിളിംഗ് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടായാൽ അതിനെ വിളിക്കുന്നവരാണ് എന്ത്, സാമ്പിളിംഗ് റിസ്ക്. അതേ സമയത്ത് സാമ്പിളുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യത്തിൻ്റെ മുകളിൽ ഒരു ഇഷ്യൂ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നോൺ സാമ്പിളിംഗ് റിസ്ക് എന്ന് പറയുക. അപ്പം നോക്കാം, സാമ്പിളിംഗ് റിസ്ക് ഈസ് ദ റിസ്ക് ദാറ്റ് ഓഡിറ്റേഴ്സ് കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ സാമ്പിൾ മേ ബി ഡിഫറെൻറ്റ് ഫ്രം
കൺക്ലൂഷൻ ഇഫ് എൻറ്റയർ പോപ്പുലേഷൻ വർ സബ്ജക്ട് ടു സെയിം ഓഡിറ്റ് പ്രൊസീജിയർ. അതായത് നിങ്ങൾ ഒരു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പ്രൊസീജിയർ ചെയ്തു, എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു അഭിപ്രായത്തിലെത്തി. എടാ ഞാനത് ഫുള്ളും നോക്കിയിരുന്നെങ്കിൽ പറയുന്ന അഭിപ്രായവും ഈ സാമ്പിൾ മാത്രം നോക്കുമ്പോൾ പറയുന്ന അഭിപ്രായവും ഒന്നാണെങ്കിൽ പ്രശ്നമില്ല. ഈ സാമ്പിൾ മാത്രം നോക്കിയപ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായവും ഞാൻ ഫുള്ളും നോക്കിയിരുന്നെങ്കിൽ പറയുമായിരുന്ന അഭിപ്രായവും രണ്ടും രണ്ടാണെങ്കിൽ ദർ ഈസ് ആൻ ഇഷ്യൂ. അവിടെയുള്ള സംഭവത്തിനെ വിളിക്കുന്നവരാണ് എന്ത്? സാമ്പിളിംഗ് റിസ്ക്. ഇൻ ദ കേസ് ഓഫ് എ ടെസ്റ്റ് ഓഫ് കൺട്രോൾ, കൺട്രോൾസ് ആർ മോർ എഫക്റ്റീവ് ദാൻ ദേ ആക്ച്വലി ആർ. In case of test of detail, material misstatement does not exist when in fact it exists. Auditor is primarily concerned with this type of error conclusion because it affects audit effectiveness. Again, detection risk ആണ്. ആ ഏരിയ മാത്രം എടുത്ത് നമ്മൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞു, പക്ഷേ അഭിപ്രായം തെറ്റിപ്പോയി. ശരിക്കും നമ്മൾ നല്ലതാണ് പറഞ്ഞത്, പക്ഷേ ശരിക്കും മോശമായിരുന്നു. നമ്മളെല്ലാം നോക്കാത്തത് കൊണ്ടാണെങ്കിൽ ദാറ്റ് ഈസ് എ ഡിറ്റക്ഷൻ റിസ്ക്. നെക്സ്റ്റ്, ഇൻ ദി കേസ് ഓഫ് ടെസ്റ്റ് ഓഫ് കൺട്രോൾ, controls are less effective than they actually are. Or in case of test of details, material misstatement exists when in fact it does not. This type of erroneous conclusion also affect. അതായത് നമ്മൾ വിചാരിച്ചു അവിടെ പ്രശ്നമുണ്ടെന്ന്, പക്ഷേ ആക്ച്വലി അവിടെ എന്തായില്ല, പ്രശ്നമില്ല. ഞാൻ എടുത്ത സാമ്പിളിൻ്റെ പ്രശ്നമാണ്. അതായത് 100 സാമ്പിൾ എടുത്തു, ഒന്നിൽ മാത്രം പ്രശ്നമുണ്ട്. ആ പ്രശ്നമുള്ളത് മാത്രം ഞാൻ എടുത്ത് നോക്കിയത്, ബാക്കി ഒന്നിനും പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ടോട്ടലി അത് പ്രശ്നമാണ് എന്ന് എനിക്ക് എന്ത് ചെയ്യേണ്ടതില്ല, പറയേണ്ടതില്ല. നോൺ സാമ്പിളിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ റീച്ചസ് ടു ആൻ എറോണിയസ് കൺക്ലൂഷൻ ഫോർ എനി റീസൺ നോട്ട് റിലേറ്റഡ് ടു സാമ്പിളിംഗ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഹ്യൂമൻ മിസ്റ്റേക്സ് നമുക്ക് അതിലേക്ക് ഇടാം, അല്ലെങ്കിൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇവിടെ അപ്രോപ്രിയറ്റ് അല്ലാത്തത് ചെയ്യുന്നതാകാം, മിസ്ഇൻറ്റർപ്രേഷൻ ഓഫ് സാമ്പിൾ റിസ്ക് പറയാം. മേജർലി ഞാൻ അവിടെ ഏറ്റവും ഇടാൻ ഉദ്ദേശിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് അല്ലാത്ത ഒരു എംപ്ലോയിനെ നമ്മളൊരു വർക്ക് ഏൽപ്പിക്കുന്നു. അവൻ അതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പക്ഷെ നമ്മൾ ആ വർക്ക് അവനെ ഏൽപ്പിച്ചു. അവിടെ നമുക്ക് വരുന്ന റിസ്ക് ആണ് എന്ത്? നോൺ സാമ്പിളിംഗ് റിസ്ക്. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5 വരുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട്സിനും ലോയിലും നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഷെയർ ക്യാപിറ്റലിൻ്റെ ആയിക്കോട്ടെ, ലീസ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, ഡിവിഡൻഡ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തൊക്കെയാണോ ലോയിലും അക്കൗണ്ട്സിലും പഠിച്ചത് അതിൻ്റെ തിയറിറ്റിക്കൽ ഒരു ആപ്ലിക്കേഷനായിട്ട് ചാപ്റ്റർ നമ്പർ 5 കാണാം. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഏതാ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാം ഇവിടെ ഇട്ടത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് പോലെ അവിടെ വേറെ കുറേ ഉണ്ട്. ബാങ്ക്, ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇതിൻ്റെ എല്ലാം ഡിസ്ക്ലോഷേഴ്സിൽ എന്താ വരുന്നത് എന്നുള്ളത് പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ബാങ്കിനെ അല്ലെ ക്യാഷിനെ എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റേദർ ദാൻ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഇങ്ങനെയുള്ള ഡിസ്ക്ലോഷർ എലമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് റൈറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ ആവുക. മറ്റൊരു സജഷൻ, ലാസ്റ്റ് ഒരു 4 അറ്റംപ്റ്റിലെ RTP എടുത്തിട്ട് അതിലെന്തൊക്കെയാണ് നമ്മുടെ ചാപ്റ്റർ നമ്പർ 5 വന്നതെന്ന് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നതും നല്ലൊരു ഓപ്ഷനാണ്. ഓൺലി ഫോർ ചാപ്റ്റർ നമ്പർ 5.